നമസ്കാരം, മനൂസ് പാർട്ടീസ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് ഡേ ഓൾഡ് കുഞ്ഞുങ്ങളുടെ കാര്യമാണ്. പലരും മെസ്സേജ് അയക്കുകയും ഫോൺ വിളിക്കുകയും ഒക്കെ ചെയ്യും. പറയുന്നത് ഡേ ഓൾഡ് കുഞ്ഞുങ്ങളെ റെഡിയാക്കി എടുക്കുമ്പോൾ ഒത്തിരി മിസ്സായി പോകുന്നു, രക്ഷപ്പെടുത്തിയെടുക്കാൻ ഭയങ്കര പാടുപെടുന്നു. അതിന് ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതിനകത്തിൽ പറയുന്നത്. നമ്മൾ ഡേ ഓൾഡ് കുഞ്ഞുങ്ങളെ കൊണ്ടുവരുന്നതിന് മുമ്പേ അവർക്ക് നല്ലൊരു കൂട് എടുക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. കൂട് മണ്ണിൻ്റെ കൂടാണെങ്കിൽ ഏറ്റവും നല്ലത്, നെറ്റ് കൂടാണെങ്കിൽ കുഴപ്പമില്ല. ഈ രണ്ട് കൂടാണെങ്കിലും അതിൻ്റെ അകത്ത് എലി കയറുകയോ അങ്ങനെയുള്ള ജീവികൾ കയറാത്ത രീതിയിലുള്ള നല്ലൊരു കൂട് എടുക്കുക. പിന്നെ കൂട് ഫ്രീക്വൻ്റായിട്ട് വൃത്തിയാക്കി കൊടുക്കുക. അതിപ്പം ഡേ ഓൾഡ് ആണെങ്കിലും എല്ലാ കോഴികൾക്കും കൂടിൻ്റെ വൃത്തി ഒരു പ്രധാനമാണ്. പിന്നെ തീറ്റി വെച്ച് കൊടുക്കുമ്പോൾ തീറ്റി വെച്ച് കൊടുത്ത് അവർ കഴിച്ചു കഴിഞ്ഞ് ഒരു 1/4 മണിക്കൂർ കഴിയുമ്പോൾ തീറ്റയും വെള്ളം അതിൽ നിന്ന് എടുത്ത് മാറ്റുക. തീറ്റയും വെള്ളം എടുത്ത് മാറ്റുന്നത് എന്താ വെച്ചാൽ പലരും ചെയ്യുന്നത് തീറ്റയും വെള്ളം അതിൻ്റെ അകത്ത് വെച്ച് കൊടുത്തിട്ട് പോകും, പിന്നെ വൈകിട്ടായിരിക്കും വന്ന് നോക്കുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ ആ തീറ്റയും വെള്ളത്തിൽ തന്നെ അവർക്ക് കാഷ്ടം കിടന്നിട്ട് അതിൽ നിന്ന് തന്നെ അത് കുത്തിപ്പെറുക്കി കഴിക്കുകയും അതവിടെ കിടന്ന് ഫംഗസ് വരാനുള്ള ചാൻസസ് ഭയങ്കര കൂടുതലാണ്. വെള്ളം പിന്നെ ഇതുപോലുള്ള വീഡിയോയിൽ കാണുന്ന പോലുള്ള ഡ്രിങ്കർ ഫെസിലിറ്റീസിൽ വെച്ച് കൊടുക്കുക. ഇപ്പോൾ ആമസോണിലൊക്കെ ചെറിയ വിലയ്ക്ക് ആ ഡ്രിങ്കറൊക്കെ മേടിക്കാൻ കിട്ടും. ഡെയിലി പാത്രം വൃത്തിയാക്കി കഴുകി വെക്കുക വൈകിട്ടാകുമ്പോൾ. എന്നിട്ട് പിറ്റേ ദിവസം ആ പാത്രം എടുത്ത് കൊടുക്കുകയും ചെയ്യാം. ഡെയിലി പാത്രം ക്ലീൻ ചെയ്യുക, അതൊരു ഇമ്പോർട്ടൻ്റ്. പലരും അത് ചെയ്യാറുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഡെയിലി പാത്രം വൃത്തിയാക്കി വെക്കുക. അന്നേരം ഈ അണുക്കളുണ്ടാകുന്നത്, ഇൻഫെക്ഷൻ വരുന്നത് ഒരു പരിധി വരെ കുറയ്ക്കാൻ പറ്റും. പിന്നെ ജനിച്ച് 1ാമത്തെ തൊട്ട് 20-25 ദിവസം വരെയും ഒന്നിടവിട്ട് വെറ്റില കഷായം കൊടുക്കാറുണ്ട്. വെറ്റില കഷായം 1 ലിറ്റർ വെള്ളത്തിൽ 5 ml എന്നുള്ള രീതിയിലാണ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത്. പിന്നെ ഫീഡപ്പീസ്റ്റ് 1 നുള്ള്, ഫീഡപ്പീസ്റ്റ് എന്ന് മെഡിക്കൽ സ്റ്റോറിലൊക്കെ പറഞ്ഞാൽ കിട്ടും. ഫീഡപ്പീസ്റ്റ് അത് 1 നുള്ള് കുടിക്കുന്ന വെള്ളത്തിൽ കലക്കി ഒരു 3 ദിവസം കൂടുമ്പോൾ കുടിക്കുന്ന വെള്ളത്തിൽ കൊടുക്കും. അതിൻ്റെ ദഹനവും ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ ഈ ഫീഡപ്പീസ്റ്റ് നല്ലതാണ്. പിന്നെ വാക്സിനേഷൻ പലരും പറയാറുണ്ട് നാടൻ കോഴിക്ക് വാക്സിൻ്റെ ആവശ്യമില്ല എന്ന്. പക്ഷേ ഞാനും അങ്ങനെയാണ് വിചാരിച്ച് വെച്ചിരുന്നത്. പക്ഷേ എൻ്റെ എക്സ്പീരിയൻസിൽ കൂടെ പറയുകയാണ്, നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ ഹെൽമെറ്റ് ഇട്ടാലും ഇട്ടില്ലെങ്കിലും ആക്സിഡൻറ്റ് ഉണ്ടാകാൻ ചാൻസസ് ഉണ്ട്. പക്ഷേ ഈ ആക്സിഡൻറ്റിൻ്റെ ആഘാതം കുറഞ്ഞു കിട്ടും ഹെൽമെറ്റ് ഉണ്ടെങ്കിൽ. സെയിമാണ് നമ്മൾ വാക്സിനേഷൻ എടുക്കുന്നത്. വാക്സിനേഷൻ എടുത്താലും എടുത്തില്ലെങ്കിലും അസുഖങ്ങൾ വരാനുള്ളത് വരും. പക്ഷേ വരുന്ന അസുഖങ്ങളുടെ ഇമ്പാക്റ്റ് കുറഞ്ഞിരിക്കും. അതുകൊണ്ട് എപ്പോഴും വാക്സിൻ കൃത്യമായി എടുത്തു പോകും. ആ വാക്സിനേഷൻ്റെ ചാർട്ട് ഈ വീഡിയോയുടെ അവസാനം ഞാൻ കൊടുക്കുന്നതായിരിക്കും. അന്നേരം അത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വാക്സിനേഷൻ എങ്ങനെയാണ് എടുക്കേണ്ടത് എന്നെല്ലാം അതിൽ എഴുതിയിട്ടുണ്ട്. പലരും വാക്സിനേഷനെ കുറിച്ച് വീഡിയോസ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാനത് റിപ്പീറ്റ് ചെയ്യാത്തത്. പിന്നെ ഇവർക്ക് നമുക്ക് കൊച്ചിലേ തൊട്ട് കൊടുത്തു പഠിപ്പിക്കേണ്ടത് ഇലവർഗ്ഗങ്ങൾ കൊടുത്തു പഠിപ്പിക്കുക. ഒരു 15 ദിവസം വരെ സ്റ്റാർട്ടർ കൊടുത്തിട്ട് 15ാമത്തെ ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യുന്നത് ധാന്യങ്ങളുടെ കൊടുക്കേണ്ട വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ആ ധാന്യങ്ങൾ പൊടിച്ച് കൊടുക്കാറുണ്ട്. BSF ലാർവ, ഇപ്പോൾ ഈ കാണുന്നത് BSF ലാർവയുടെ പുഴുക്കളാണ്. അത് നല്ലൊരു പ്രോട്ടീന് കണ്ടിട്ടുള്ള ഫുഡാണ്. പെട്ടെന്ന് കുഞ്ഞുങ്ങൾ ഗ്രോത്ത് ഉണ്ടാകാൻ അത് കൊടുക്കാറുണ്ട്. പിന്നെ മീൽ വേംസിൻ്റെ വീഡിയോ ഞാൻ വരുന്ന വഴി ചെയ്യാം. മീൽ വേംസ് കൊടുക്കാറുണ്ട്. പിന്നെ അസോള കൊടുക്കാറുണ്ട്. പിന്നെ പപ്പായയുടെ ഇല, ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് കൊടുത്ത് ശീലിപ്പിക്കുക. കുഞ്ഞുങ്ങളെ കൊച്ചിലോട്ട് നമ്മൾ ഇതൊക്കെ കൊടുത്ത് ശീലിപ്പിച്ച് കഴിഞ്ഞാൽ അവരുടെ ഇമ്മ്യൂണിറ്റി കൂട്ടിയെടുക്കുക എന്നുള്ളതാണ് മെയിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത്. പുതിയ വീഡിയോസ് ഇതിന് പുറകിൽ ചെയ്യുന്നതായിരിക്കും. എല്ലാവരും ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ, താങ്ക് യു.